ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിൻ്റെ നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ കൊടുക്കുക കേട്ടോ. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കുക. കാരണം എന്നാലേ നമ്മുടെ ഇടുന്ന പ്രൊമോ വീഡിയോകളുടെയും ഷോർട്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടെ തന്നെ നാളത്തെ വിശേഷത്തിലോട്ട് നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര പനിയൊക്കെ ആയിരുന്നു. സ്വന്തം സഹോദരനും സഹോദരിമാരും അച്ഛനും ഒക്കെ ചേർന്ന് നല്ല രീതിയിൽ തന്നെ അലീന ഇതുവരെ പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ് അലീനയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ രോഹിത്തിനെ ഏൽപ്പിച്ചിട്ട് 2 അനുജത്തിമാരും അച്ഛനും ഒക്കെ പോയിക്കാണ് കോളേജിലും സ്കൂളിലും ഒക്കെ. അപ്പോൾ രോഹിത്ത് സ്വന്തം ചേച്ചി, കാരണം തനിക്ക് പാടില്ലാണ്ടിരുന്ന സമയത്ത് എൻ്റെ അലീന ചേച്ചി എന്നെ എങ്ങനെയാണോ കെയർ ചെയ്തത് അതിനേക്കാൾ കൂടുതൽ സ്നേഹവും ശുശ്രൂഷയും കൊടുത്ത് തന്നെയാണ് നമ്മുടെ രോഹിത് അലീനയെ പരിപാലിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് പനിയാണെന്നറിഞ്ഞ് നമ്മുടെ മനുശങ്കർ നെടുമ്പുരക്കിലോട്ട് ഒന്ന് വരെയാണ്. കാരണം എന്ന് വെച്ചാൽ എറണാകുളത്ത് പോകാൻ വേണ്ടി മനു ഇറങ്ങിയതാണ്. അപ്പോഴാണ് അലീനയ്ക്ക് പനിയാണെന്നറിഞ്ഞത്. അങ്ങനെ നേരെ ഇവിടെ വന്നു, അലീനയെ കാണാനായിട്ട് വന്നു. അങ്ങനെ അലീനയുടെ അടുത്തിരുന്നു. അപ്പോൾ അലീനയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പനി എങ്ങനെയുണ്ടെന്നൊക്കെ തൊട്ട് നോക്കി ആ ഒരു സ്നേഹമൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ മനു. അപ്പോൾ ഇതേ സമയം അലീന പറഞ്ഞു, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല മനുവേട്ട, എൻ്റെ അനുജനും അനുജത്തിമാരും അച്ഛനും ഒക്കെ എന്നെ വേണ്ടുന്ന പോലെ തന്നെ എന്നെ കെയർ ചെയ്യുന്നുണ്ട് മനുവേട്ട, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അലീനയുടെ വാക്കുകളിലും ആ കണ്ണുകളിലും ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ദീപം, അല്ലെങ്കിൽ ആ ഒരു എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ആ ഒരു സ്നേഹം കിട്ടുമ്പോൾ, ആ ഒറിജിനലായിട്ട് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു തീവ്രത ഉണ്ടല്ലോ, അത് അലീനയുടെ കണ്ണുകളിലൊക്കെ ജ്വലിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് മനുവിന് മനസ്സിലായി. എൻ്റെ അലീന പറഞ്ഞു, ആരിൽ നിന്നാണോ സ്നേഹം കിട്ടാൻ ആഗ്രഹിച്ചത് ആ ഒരാളൊഴികെ ബാക്കി എല്ലാവരിൽ നിന്നും എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട് മനുവേട്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുവിനും ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ മനു പറഞ്ഞു, ചില മനുഷ്യർ അങ്ങനെ അലീന, കാരണം ഈ നമ്മൾ പറഞ്ഞു കേൾക്കാല്ലേ, ഈ കാട്ടുപോത്തിൻ്റെയൊക്കെ സ്വഭാവം, അവരെ നമ്മൾ എത്ര നമ്മൾ നോക്കിയാലും അത് മെരിങ്ങില്ല. അതങ്ങനെയാണ്. അത് മാറി വരിക എന്നുള്ളതും വളരെ ഒരു വിചിത്രമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നീ അത് പ്രതീക്ഷിക്കേണ്ട. പിന്നെ കാലക്രമേണ ചിലപ്പോൾ മാറി വന്നാലായി എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് കുഴപ്പമില്ല മനുവേട്ടാ, ഞാൻ കൊടുത്ത സ്നേഹത്തിൻ്റെ ഇരട്ടിയാണ് എൻ്റെ അനുജനും അനുജത്തിമാരും എനിക്ക് തരുന്നത്. ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്ന് കരുതിയ ആളാണ് അച്ഛൻ എനിക്കൊരു മകളുടെ സ്ഥാനം തന്നു. പിന്നെ കൃഷ്ണമോള് തുടക്കം തൊട്ട് എൻ്റെ സപ്പോർട്ടാണ്. പിന്നെ ബബിതയും രോഹിത്തും എല്ലാവരും എൻ്റെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുന്നുണ്ട് മനുവേട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് പറഞ്ഞാലും കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഒരു പകർപ്പ് തന്നെയാണ് അലീന ആൻറ്റിയും. അതൊക്കെ ആ ശീലിച്ച് വന്ന ശീലങ്ങളാണ്, അതൊന്നും ഒരിക്കലും മാറില്ല. നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇല്ല മനുവേട്ടൻ, എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. അല്ല, മനുവേട്ടൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതല്ലേ, മനുവേട്ടൻ പൊക്കോ. നമ്മുടെ സ്നേഹമൊന്നും ഇവിടെ ആർക്കും വേണ്ടല്ലോ, എൻ്റെ കണ്ടില്ലേ നമ്മളടുത്ത് പോകാൻ പറയണു എന്നൊക്കെ ഇങ്ങനെ മനു പറഞ്ഞു. എന്താ മനുവേട്ടാ ഇങ്ങനെയൊന്നും പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. അതുകൊണ്ടല്ല, ജോലി കളയണ്ട, എനിക്ക് അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല, മനുവേട്ടൻ ജോലി കളയണ്ട, അതുകൊണ്ടാണ് പൊക്കോളാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. നമ്മൾ സ്നേഹമൊക്കെ വേണ്ടുവോളം കൊടുക്കുന്നുണ്ട്, തിരിച്ച് ആ സ്നേഹമൊന്നും കിട്ടുന്നില്ല എന്നിങ്ങനെ മനു പറഞ്ഞു കേട്ടോ. എന്താ മനുവേട്ടാന്ന് വീണ്ടും അലീന ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മനു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഇവിടെ കാണാൻ അങ്കിളില്ല, പിന്നെ രോഹിത്തുണ്ട്, പിന്നെ ആൻറ്റി ഉണ്ട്, ആൻറ്റീനെ കാണണോ കണ്ടേന്നൊന്ന് ആലോചിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ രോഹിത്ത് ചെന്നിട്ട് രോഹിത്തിന് അറിയാവുന്ന കണക്ക് കേട്ടോ, പാവം ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അതെ ഞാനുണ്ടാക്കിയ ചായയാണ്, അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല, എന്നാലും കുഴപ്പമില്ലായിരിക്കും, ഒന്ന് കുടിച്ചു നോക്കുന്നൊക്കെ മനുവിൻ്റെ അടുത്തും അതുപോലെ തന്നെ അലീനയ്ക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മനു പറഞ്ഞു, അതൊന്നും സാരമില്ലടാ, നീ ഇട്ടുകൊണ്ട് വന്നില്ലേ, കുഴപ്പമൊന്നുമില്ല, അലീന ചേച്ചി ഇടുന്നതിൻ്റെ 4 അയിലത്ത് എന്തായാലും എത്തൂല. എന്നിട്ട് മനു പറഞ്ഞു, ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മനു കുടിച്ചപ്പോൾ നല്ല ചായ, കുഴപ്പമൊന്നുമില്ലടാ, നല്ലതാന്നൊക്കെ പറഞ്ഞു, നീ ഇട്ടുകൊണ്ട് വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം രോഹിത്തുമായിട്ട് മനു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അലീനയുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. എന്നിട്ട് നേരെ വെളി വന്ന് രോഹിത്തുമായിട്ട് സംസാരിക്കുകയാണ്. രോഹിത്തിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അലീനയുടെ അടുത്ത് ഒരിക്കലും ഇനിയൊരു വെറുപ്പ് തോന്നരുത്, നിങ്ങളുടെ സ്വന്തം ചോര തന്നെയാണ് അലീന, നീ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് എന്നും ആ സ്ഥാനം തന്നെ അവൾക്ക് അലീനയ്ക്ക് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഇനി അവളുടെ മനസ്സ് നിങ്ങളാരും വേദനിപ്പിക്കരുത് രോഹിത്തെ എന്ന് വെച്ചാൽ, കാരണം നിനക്ക് വേണ്ടിയിട്ട് അവൾ
ജീവൻ പണയം വെച്ചിട്ടാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം രോഹിത് പറഞ്ഞു, എനിക്കറിയാം മനുവേട്ടാ, അലീന ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് എന്നെ ജയിലിൽ നിന്ന് ഇറക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം മനുവേട്ടാന്ന് രോഹിത്തും പറഞ്ഞു കേട്ടോ. അതിനുശേഷം മനു നേരെ വൈജയന്തിയുടെ അടുത്ത് ചെല്ലണം. വൈജയന്തി കണ്ടായിരുന്നു മനു വന്നതും അവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ വൈജയന്തി കണ്ടായിരുന്നു. അങ്ങോട്ട് അരിശം വന്ന ആ മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മനു കയറി ചെന്നപ്പോൾ വൈജയന്തി ചോദിച്ചു, എന്താ മനു, നിനക്ക് ജോലിയൊന്നുമില്ലേ, എന്തേ നീ ഇങ്ങോട്ട് വന്നേ? ഇല്ലാണ്ട് ഈ വെറുതെ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി, അലീനയ്ക്ക് പനിയാണെന്നറിഞ്ഞു, അതുകൊണ്ട്. ഓ, നിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് പനിയാണെന്നറിഞ്ഞിട്ട് നീ വന്നതായിരിക്കും. ആയിക്കോട്ടെ. അതെ, നീയൊക്കെ എന്ത് ഭാവിച്ചാ ഈ നടക്കണേ? അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കണം, നിനക്ക് നാണാവണില്ലേ എന്ന് ചോദിച്ചു. അല്ലാണ്ട് എന്തിനാ ഞാൻ നാണിക്കണേന്ന് മനു ചോദിക്കുകയാണ്. എടാ, നീ വീട്ടിൽ അവിടെ കമലേട്ടത്തെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നീ അലീനെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, ആരെതിർത്താലും ഞാൻ വിവാഹം കഴിക്കും എന്നൊക്കെ വലിയ വീമ്പിളക്കിയെന്ന് വെച്ചു. എടാ, നിനക്ക് നിൻ്റെ കുടുംബം, നമ്മുടെ കുടുംബത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ? ഓ, എന്താ ആലോചിക്കാനാ ആൻറ്റി, നമ്മുടെ കുടുംബത്തിനൊക്കെ ഇപ്പോൾ എന്ത് പെരുമയും ഇതോ ആയിരിക്കണത് എന്ന് മനു പറഞ്ഞു. എടാ, ഒരു വേലക്കാരിയായ ഒരുത്തി തന്നെ നിനക്ക് വിവാഹം കഴിക്കണോ എന്നൊക്കെ ചോദിച്ച് വൈജ പറയണേ. ആൻറ്റി, ഞാൻ ഇവിടെ വന്നത് അലീനെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് ഞാനാണ്. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തിരക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ ആരാണ് അവളുടെ അച്ഛനെന്നോ അമ്മയാണെന്നോ അവളുടെ കുടുംബ പാരമ്പര്യമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവളെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തതെന്നും മനുശങ്കർ വൈജയന്തിയുടെ അടുത്ത് അങ്ങോട്ട് പറയണേ. വൈജയന്തി പറഞ്ഞു, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊക്കെ എന്ത് കൈവശാ തന്നേക്കണേന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം അവൻ പറഞ്ഞു, ആൻറ്റി എന്തിനാ അവളുടെ അടുത്ത് ഇമാതിരി ഇത്രയും ദേഷ്യം കാണിക്കണ? അവൾ എന്ത് തെറ്റാ ആൻറ്റീൻ്റെ കൂടെ ചെയ്തത്? അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ, അവളൊരു പാവമല്ലേ ആൻറ്റി എന്ന് പറഞ്ഞു. പിന്നെ പാവം ആൻറ്റി, അവൾ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു. അവൾ ഇന്നൊരാൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ രോഹിത്തിൻ്റെ അവസ്ഥ ഒന്ന് ആൻറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് ആൻറ്റിയുടെ മോൻ ഇവിടെ ഉണ്ടാവുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടോ. പിന്നെ എന്തവസ്ഥ, ആ ഒരുമ്പെട്ട് അവൾ എന്നിവിടെ കാലെടുത്ത് വെച്ചോ, അതിനുശേഷം എൻ്റെ കുടുംബം ഇങ്ങനെ ആയിട്ടുള്ളൂ. ആൻറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ? രോഹിത്ത് ജയിലിൽ കിടന്നപ്പോൾ ആൻറ്റി ഹോസ്പിറ്റലല്ലായിരുന്നോ? ഈ ഹോസ്പിറ്റലിലാകാൻ കാരണം ആരടാ മനു? എവൾ ഒറ്റ എടുത്തി വന്നത് പിന്നെയാണ് എൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ ആയത്. അവളിവിടെ വന്നിട്ടില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഒരു കുഴപ്പവും വരില്ലായിരുന്നു എന്നിങ്ങനെ വൈജയന്തി പറഞ്ഞു. ഒടുവിൽ മനു തോറ്റ് സുല്ലിടേന്. കാരണം വൈജയന്തിയുടെ കൂടെ പറഞ്ഞ് ജയിക്കാൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് മനു പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, ഞാൻ പോവാണ്, എനിക്ക് ആൻറ്റിയുടെ സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ആൻറ്റിക്ക് ഒരാളെ സ്നേഹിക്കാൻ അറിയില്ല. എല്ലാവരുടെ അടുത്തും ഒരുതരം ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കാൻ ആൻറ്റിക്ക് അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവസാനം വൈജയന്തിക്ക് അങ്ങോട്ട് ദേഷ്യം വരണം. അപ്പം മനു എന്തായാലും അലീനയുടെ അടുത്തും രോഹിത്തിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് മാത്രമല്ല, അലീനയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ ചിലപ്പോഴേ എറണാകുളം പോലും, നിനക്ക് എന്തായാലും വയ്യല്ലോ, ചിലപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ പനി ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല മനുവേട്ടൻ പൊക്കോ, ഇവിടെ അച്ഛനുണ്ട്, രോഹിത് ഉണ്ട്, അവർ രണ്ടുപേരും ഉണ്ട്, എനിക്ക് എല്ലാത്തിനും ആളുണ്ട്, അതുകൊണ്ട് മനുവേട്ടൻ ഒന്നും ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞ് അലീന പറയുന്നുണ്ടെങ്കിലും മനു പോകുന്നില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് അലീനയുടെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് മനു അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രോഹിത് വന്നിട്ട് അലീനയ്ക്ക് ചായ എന്തൊക്കെയോ കൊടുത്തു, മരുന്നൊക്കെ കൊടുത്തിട്ട് ഉറങ്ങാനായിട്ട് അലീന കിടന്നു കേട്ടോ. ഈ സമയം രോഹിത്തിനെ വിളിച്ചിട്ട് വൈജയന്തി മതിയായ ഒച്ചപ്പാടാണ്. എടാ, നീ എന്ത് കണ്ടിട്ടാണ് ഈ കണ്ട വേലക്കാരിയുടെ പുറകെ നടന്ന് അവളെ ശുശ്രൂഷിക്കാനായിട്ടൊക്കെ നടക്കണത്? നിനക്ക് എന്ത് കൈവശമാണ് അവൾ തന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി കിട്ടുന്നു മതിയായ ഒച്ചപ്പാടാണ്. രോഹിത്തും അങ്ങോട്ട് വിട്ടുകൊടുത്തില്ല. അമ്മയ്ക്ക് എന്തിൻ്റെങ്കിലും കേടുണ്ടോ? എന്നെ നോക്കി അലീന ചേച്ചി, എൻ്റെ ഛർദിൽ വരെ എൻ്റെ അലീന ചേച്ചി കോരി കളഞ്ഞ് എന്നെ അമ്മാതിരി ഉറക്കമൊഴിഞ്ഞ് ശുശ്രൂഷിച്ചു. അമ്മ അതിലൊരു അംശമെങ്കിലും എന്നെ നോക്കിയോ? അപ്പോൾ ആ ഒരു സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു, ആ സ്നേഹം ഞാൻ തിരിച്ചും കൊടുക്കും, അതിൽ അമ്മ ഒരിതും കാണിക്കേണ്ടെന്ന് പറഞ്ഞ് രോഹിത്തും അങ്ങോട്ട് പറയണം കേട്ടോ. അവസാനം വൈജയന്തിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല. മനുവിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ, പിന്നെ നമ്മുടെ രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ. കാര്യം എന്ന് വെച്ചാൽ അലീനയുടെ കാര്യം പറഞ്ഞിട്ട് ഇവരോടെല്ലാം തല്ലുപിടിക്കാനേ വൈജയന്തിക്ക് നേരമുള്ളൂ. വൈജയന്തി മനസ്സുകൊണ്ട് ആലോചിക്കണേ, ഇവിടെ ഈ നിൽക്കണേക്കാട്ടിൽ ജോലിക്ക് പോകുന്നത് നല്ലത്. വണ്ടി ഓടിക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എവളെ ഈ ശുശ്രൂഷിക്കുന്നതും എവളെ ഇവരൊക്കെ തലയെ കയറ്റി കൊണ്ട് നടക്കണത്, മാലാഖയെ പോലെ കൊണ്ട് നടക്കണത് കാണാനാണോ? എനിക്ക് കഴിയില്ല, എന്നെ എന്തായാലും കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സ് ചിന്തിച്ച് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ വൈജയന്തി. ഇതേ സമയം നമ്മുടെ ബബിത മോള് കോളേജിൽ പോയിട്ട് വേഗം വരെയാണ്. കാരണം അലീന ചേച്ചിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ രോഹിത് ഉണ്ടായിരുന്നു. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് അലീന ചേച്ചിക്ക് കുറഞ്ഞോ? ഇപ്പോൾ കുഴപ്പമില്ല, ആൾ ഉറങ്ങി
ഉറങ്ങാം, മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മനുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്നും രോഹിത് പറഞ്ഞു. അപ്പോൾ ബബിത പറഞ്ഞു, എങ്കിൽ പിന്നെ പനി പകുതി കൂടുതലും മാറിയിട്ടുണ്ടാവും, കാരണം മനുവേട്ടൻ വന്നാൽ അങ്ങനെ. അപ്പോൾ രോഹിത് ചോദിച്ചാൽ അതെന്താ? അതൊക്കെ അങ്ങനെയാണ്, ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് നേരെ ബാഗ് കൊണ്ട് റൂമിൽ വെച്ചിട്ട് നേരെ ബബിത അലീനയുടെ അടുക്ക പോവാണ് കേട്ടോ. എൻ്റെ ചെന്നപ്പോൾ അലീന ഉറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് നേരം കണ്ണെടുക്കാണ്ട് ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. ഈ ബബിതയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഉള്ളിലുള്ള സ്നേഹം മൊത്തത്തിൽ അങ്ങോട്ട് പ്രകടിപ്പിക്കില്ല. ആ ടോക്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവൾ സംസാരിക്കുമ്പോൾ തോന്നും നമുക്ക് ഒരു ദേഷ്യമുണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, ബബിത ആ ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ട് അലീനെ. അങ്ങനത്തെ ഒരു രീതിയാണ് കേട്ടോ. അങ്ങനെ ബബിത വന്നത് കണ്ട് അലീന എഴുന്നേൽക്കുകയാണ്. അപ്പം ബബിത പറഞ്ഞു, എങ്ങനെയുണ്ട്, ഇപ്പോൾ കുറഞ്ഞോ? മനുവേട്ടൻ വന്നു എന്നറിഞ്ഞു, അപ്പോൾ പിന്നെ എന്തായാലും പകുതി പനി കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന ചിരിച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, സ്നേഹമുള്ളവർ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേകത അല്ലേടി മോളെ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി ചായയും റസ്ക്കൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത് ഈ സമയം ഫ്ലാസ്കിൽ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബബിത ചെന്ന് ചായയും റസ്ക്കൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ കൈയും കാലൊക്കെ ഒന്ന് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് തുടച്ച് തരാം. അപ്പോൾ അലീന പറഞ്ഞു, വേണ്ട മോളെ, കുളിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ തുടച്ച് തരാമെന്ന് പറഞ്ഞു. അതെ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഇപ്പോൾ എന്താ വേണ്ടതെന്ന് ബബിത ചോദിച്ചു. അല്ല, ഇനി എണീറ്റ് അടുക്കളയിൽ എങ്ങാനും പോകാനുള്ള പ്ലാനാണോ എന്ന് ബബിത ചോദിക്കണം. അല്ല മോളെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, നിങ്ങൾ സ്കൂൾ വിട്ട് വന്നില്ലേ, ഇവിടെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് രോഹിത് ഏട്ടൻ, അതുകൊണ്ട് അതൊന്നും ഓർത്ത് അലീന ചേച്ചി ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ബബിത പോയി ഒരു തുണിയും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അലീനയുടെ കൈയും കാലും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് അലീനയുടെ കണ്ണങ്ങ് നിറയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളും മനസ്സിലാക്കിയിരുന്ന ആ ബബിത ഇത്രയ്ക്കും പാവമായിരുന്നു, എൻ്റെ അനുജത്തി എന്നുള്ള ഒരു അവളുടെ സ്നേഹം ഇത്രയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അലീന മനസ്സിലാക്കിയാണ്. അലീനയ്ക്കത് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ സ്വന്തം അനുജത്തിയിൽ നിന്ന് അങ്ങനെ, അതും പ്രത്യേകിച്ച് ബബിതയുടെ ക്യാരക്ടർ നമുക്കറിയാം, അവളിൽ നിന്ന് ഇങ്ങനൊരു സ്നേഹം അലീനയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് രോഹിത് നോക്കുമ്പോൾ ഫ്രണ്ടൊക്കെ ആകെ കരിയിലെ ചാടി കിടക്കണം. അലീന ചേച്ചിക്ക് വയ്യ, എന്തായാലും ഒന്ന് മുറ്റടിക്കുക എന്ന് പറഞ്ഞ് ചൂലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെയൊക്കെ അടിച്ചു വാരുകയാണ് കേട്ടോ, ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെയൊക്കെ. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് വരെയാണ്. അങ്ങനെ കൃഷ്ണമോള് വന്നപ്പോൾ അന്തം വിട്ട് നോക്കണം, കാരണം രോഹിത് ഏട്ടൻ ദേ കരിയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൃഷ്ണമോള് ചോദിച്ചു, ഇതെന്താ രോഹിത് ഏട്ടൻ കാണിക്കുന്നത്, ഇങ്ങനെ മാറിക്കാൻ, ഞാൻ ചെയ്തോളാം, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. അപ്പോൾ പറഞ്ഞു, വേണ്ട ദേ ഞാൻ ചായയൊക്കെ ഇട്ട് ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ അടിച്ച് വാരിക്കോളാം, അലീന ചേച്ചിയെ കൊണ്ട് പറ്റില്ല, വയ്യാണ്ട് കിടക്കുകയല്ലേ, ഞാൻ ചെയ്തോളാം, ഞാനിവിടെ എന്തായാലും വെറുതെ നിൽക്കില്ലടി മോളെ എന്ന് പറയാം. എന്നാലും വേണ്ട രോഹിത് ഏട്ടാ, ഞാൻ ചെയ്തോളാം എന്ന് പറയാം. വേണ്ട മോളെ, നീ പോയി ഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കുക എന്ന് പറയാം. പക്ഷേ എങ്കിലും കൃഷ്ണമോക്ക് ആ കാഴ്ച വല്ലാണ്ട് മനസ്സിനൊന്ന് ഒലച്ച് കളഞ്ഞു കേട്ടോ. കാരണം ഇത്രയും നാളും മനസ്സിലാവാത്ത ഒരു ഏട്ടൻ്റെ ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ രോഹിത്തിന് ഇങ്ങനത്തെ ഒരു ഇത്രയും നല്ലൊരു സ്വഭാവവും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഇങ്ങനത്തെയൊക്കെ ഒരു മനോഭാവം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഇതെല്ലാം അലീന ചേച്ചി കാരണമാണ്. കാരണം എന്ന് വെച്ചാൽ ബബിതയുടെ മാറ്റം, രോഹിത്തിൻ്റെ മാറ്റം, ഇതെല്ലാം അലീനയുടെ ഒറ്റ കഴിവുകൊണ്ടാണ്. അലീന കൊടുത്ത സ്നേഹമാണ്, അവരുടെ ഈ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടായ ഈ ഒരു സ്നേഹം, ഇതൊക്കെ അലീന കൊടുത്ത. കാരണം ആ മക്കൾക്ക് സത്യം പറഞ്ഞാൽ അവരമ്മയുടെയോ അച്ഛൻ്റെയോ നല്ലൊരു കെയറിങ്ങോ സ്നേഹമോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. കുറേ പണമുണ്ട്, ധാരാളിത്തത്തോടുള്ള ഒരു ജീവിതം, അതാണ് അവരുടെ ലോകം. ഇപ്പോഴാണ് അവരൊരു കുടുംബം അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾ, അച്ഛൻ അമ്മ, ഇവരുടെയൊക്കെ സ്നേഹം തിരിച്ചറിയുക, ഒരു ചേച്ചിയുടെ സ്നേഹം, ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്തത് നമ്മുടെ അലീനയാണ് അല്ലേ. അപ്പം കൃഷ്ണമോൾ ഈ ഒരു കാഴ്ച ഇങ്ങനെ കണ്ട് നിൽക്കുകയാണ്. എൻ്റെ കൃഷ്ണമോള് വല്ലാതെ അങ്ങോട്ട് ഒരു ഇമോഷണലൊക്കെ ആവുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നാളത്തെ എപ്പിസോഡിൽ ഏകദേശം വരുന്ന ഇൻട്രോ പ്രൊമോ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ വൈജയന്തി ഇനി തകർത്ത് വാരണേന്. കാരണം എന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവില്ല, സ്വന്തം ഒരു മോനെ പ്രതീക്ഷിച്ചു, ആ മോനില്ല, 2 പെൺമക്കളും എല്ലാവരും ഇപ്പോൾ ഒറ്റ കിട്ടണം. അലീനയും ബാലചന്ദ്രനും ബാക്കി 3 പേര് മക്കൾ 3 പേര് ഒറ്റ ടീമായി കഴിഞ്ഞു. അപ്പോൾ വൈജയന്തി ഔട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താകും ഏതാകും എന്നൊക്കെ നമുക്ക് കാത്തു തന്നെ ഇരിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ മടതോരും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾക്കായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് വെച്ചോളൂ. നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മടതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.